നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്നലെ ചാനലിനകത്ത് വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് പോയതുകൊണ്ടാണ് ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലൻ മീനാക്ഷിയോടും മിത്രയോടും ഒക്കെ ആയിട്ട് പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങള് എന്റെ മരുമക്കളല്ല, മക്കള് തന്നെയാണ്. കാരണം ഞാൻ ആഗ്രഹിക്കാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നാ നിങ്ങള്, എങ്കിലും നിങ്ങൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെയല്ല പെരുമാറിയിട്ടുള്ളത്. നിങ്ങളെ സ്വന്തം മക്കളായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. നിങ്ങള് ഈ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹം, ആത്മാർത്ഥം, കരുതലും ഒക്കെ ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിലും ഞാൻ ആലോചിച്ച് കൊണ്ടുവന്ന ബന്ധമാണെങ്കിൽ പോലും ഇത്ര ഇതായിട്ട് പെരുമാറത്തുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, അതുകൊണ്ടാണ് നിങ്ങളെ മക്കളായിട്ട് കരുതുന്നതെന്ന് പറഞ്ഞു. ആ സ്നേഹവും കരുതലും എപ്പോഴും നിങ്ങളോട് എനിക്ക് ഉണ്ടായിരിക്കും. ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷമായി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് മീനാക്ഷിയും ഇത്രയും നോക്കി. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. അവർക്കറിയാം, അല്ലെങ്കിലും പഴയതുപോലെ ഒന്നും അല്ല അച്ഛന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് ധർമ്മന്റെ അടുത്തേക്ക് അച്യുതൻ ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല എടാ, അനുവിന്റെ സ്വഭാവം എങ്ങനെയുണ്ട്? സ്വഭാവം അതെന്താട്ടെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനായിട്ട്? അതെ, അവൾക്ക് എന്തെങ്കിലും പ്രേതബാധ കൂടിയിട്ടുണ്ടോ? പ്രേതബാധയോ? എടാ, അവള് ശരിയല്ലാന്ന് പറഞ്ഞു. ശരിയല്ലേ? ദേ, വെറുതെ ഏട്ടാ ഓരോ കാര്യങ്ങളൊന്നും പറയരുത്. അതും അനുശ്രീ ശരിയല്ലെന്ന് ഏട്ടൻ എന്ത് വേണേലും പറഞ്ഞു. ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞു, പക്ഷെ അവള് ശരിയല്ലെന്ന് പറയരുത്. എടാ, അങ്ങനെയല്ല. ആ ലോകവും അവളും തമ്മില് ഇപ്പൊ തന്നെ മുറിക്കാത്ത എന്താ സംഭവിച്ചെന്ന്? അത് റൊമാൻസ് അല്ലേ ഏട്ടാ? റൊമാൻസ് മൊണ്ണാൻ കട്ട. റൊമാൻസ് ഒന്നും അല്ലാതെ പിന്നെയോ? എടാ, അലോകിനെ അവള് ഇടിച്ചു കൂട്ടുന്ന അവന്റെ കരച്ചിലാ കേട്ടത്. അലോകിനെ ഇടിച്ചു കൂട്ടാനാ അനുശ്രീയോ? എന്റെ പൊന്നേട്ടാ, ഇങ്ങനത്തെ കോമഡി ഒന്നും ഇറക്കരുത്. ഈ പറയുന്ന ആരിനോ ആകാശമൊക്കെ ഇടിച്ചു കൂട്ടിന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. അനുശ്രീ അങ്ങനെ ഇടിച്ചു കൂട്ടിന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുവോ? എടാ, സത്യാവസ്ഥ അതാ. നിനക്ക് ഇത്തിരി കഴിയുമ്പോ ഇവിടെ നിൽക്കുമ്പോ അതും മനസ്സിലായിക്കോളും. എടാ, ആരെങ്കിലും ചൂട് സാമ്പാർ എടുത്ത് റൊമാൻസിന്റെ പേര് തലവഴി ഒഴിക്കുവോ? എടാ, സാമ്പാർ ആരാ ഏട്ടാ തലവഴി എടുത്ത് ഒഴിച്ചേ? അനുശ്രീ അലോകിന്റെ തലയിൽ കൂടെ ഒഴിച്ചാ ചോദിച്ചപ്പോ റൊമാൻസ്. അതൊന്നും അല്ലായിരുന്നു സത്യാവസ്ഥ. ശരിക്കും അവൾ ഈ കൂടുമ്പോ കുട്ടിച്ചോറാക്കാൻ വന്നേക്കുന്ന ആ ഭാരം പറഞ്ഞയച്ചിരിക്കുന്നതാണെന്ന് തോന്നേ, ഈ കൃഷ്ണമംഗലത്തെ ഇല്ലാതാക്കാനായിട്ട്. അവളാള് ശരിയല്ല. അയ്യോ, എന്റെ ഏട്ടാ, അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നവളല്ല. ഏട്ടൻ അതൊക്കെ തോന്നുന്ന. പിന്നെ തോന്നുന്ന പോലും നിനക്ക് പതിയെ പതിയെ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുടുംബം ഇല്ലാതാക്കാനായിട്ട് ബാലന്റെ പുറപ്പാട്. അതിനുവേണ്ടി അവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ എങ്ങനെയല്ലേ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനാ ഞാനും അലോക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വിടാനോ? എന്തൊക്കെയാ ഏട്ടാ പറയണേ? അതേടാ, അവൾ അത്രയ്ക്ക് പ്രശ്നക്കാരിയാ. നീ അത് മനസ്സിലാക്കാനായിട്ട് പോകുന്നുള്ളൂ. നിനക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ. അതൊക്കെ കേട്ടിഞ്ഞിപ്പം ധർമ്മൻ അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ധർമ്മൻ അങ്ങനെ ആലോചിച്ചു, എന്നാലും ആ പൈസ 25,000 രൂപ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? അതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആനന്ദ് ജോലിക്ക് പോവാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ആകാശിച്ചു, അല്ല ആനന്ദേട്ടൻ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് ആനന്ദ് പറഞ്ഞു, എന്നാലും ആ പൈസ ഇത് എവിടെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? അല്ല, മാമൻ എടുത്തിട്ടില്ല, പിന്നെ അത് വേറെ ആരും കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പോ കടയിൽ വന്ന ആരെങ്കിലും എടുത്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആകാശ് പറഞ്ഞു, അത് ശരിയാ, കട പക്ഷെ അങ്ങനെ ആരും അത് കഴിഞ്ഞിട്ട് വന്നതായിട്ട് ഓർക്കുന്നില്ല. ഉദയഭാനു അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു. ഉദയഭാനു അങ്കിള് വന്നായിരുന്നോ എന്ന് ആനന്ദി ചോദിച്ചു. അതെ, വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അല്ല, ഈ ഉദയഭാനു അങ്കിളിനെ ദേവി കടയിൽ നിൽക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ. മീനു പറഞ്ഞു, അത് പിന്നെ അത്രയും വലിയ പൈസയുള്ള ആളല്ലേ, അപ്പൊ പിന്നെ സ്വന്തം മോൾ ഇങ്ങനെ കടയിൽ പോയി നിൽക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് കാണും. ആകാശ് പറഞ്ഞു, പക്ഷെ ഉദയഭാനു അങ്കിൾ അങ്ങനെയൊന്നും അല്ല. കടയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ സാധനങ്ങൾ എടുത്തു കൊടുക്കും, ക്യാഷ് കൗണ്ടറി വരെ ഇരിക്കും. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ക്യാഷ് കൗണ്ടറി വരെ ഇരിക്കും എന്ന് ആനന്ദ് മനസ്സ് വിചാരിച്ചു. അപ്പൊ കള്ളം കപ്പലിൽ തന്നെയെന്ന് തോന്നുന്നേ. അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങള്. പിന്നീട് ആകാശിനോട് ആനന്ദ് പറഞ്ഞതേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം, നീ ധൈര്യമായിട്ട് ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് ആനന്ദം കൂടെ ഇറങ്ങുന്നേ. ആ സമയം മീനു ആകാശിനോട് പറഞ്ഞു, ആകാശെ, കുറച്ചൊക്കെ കടയുടെ കാര്യത്തിൽ ഒന്നുകൂടെ നീ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി ആനന്ദിന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഇതിന്റെ തെളിവ് സഹിതം കണ്ടെത്തണം പണം പോയത് എങ്ങനെയാന്ന്. ആദ്യം അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേങ്കിൽ തുടങ്ങേണ്ട സ്ഥലം അത് ഉദയഭാനു അല്ല, ആന്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നൊക്കെ ചിന്തയായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ
ആനന്ദ് ശ്രീകരയെ കാണുന്നുണ്ട്. ശ്രീകര ഒരു പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും ആനന്ദ് ഓടിച്ചെന്നു. ആഹാ ആന്റി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. ആനന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു പതർച്ച ഉണ്ടായി ശ്രീകലയുടെ മുഖത്ത്. ആ മോനോ. അപ്പോഴേക്കും ആനന്ദ് ചോദിച്ചു, അല്ല ആന്റി എന്താ ഇവിടെ? അതെ, ഞാൻ കുറച്ച് തുണിയൊക്കെ വാങ്ങാനായിട്ട് വന്നാന്ന് പറഞ്ഞു. കുറെ നാളായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുതിയത്. അല്ല പൈസയൊക്കെ? അതെ, ഉദയേട്ടന് ആരാണ്ട് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. അവര് ക്യാഷ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ ഒരു AC കാറ് വിളിച്ച് ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അല്ല ഇതിന് മാത്രം പൈസയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ഉദയേട്ടന് ആരോ കൊടുക്കാനുള്ള പൈസയാന്നാ പറഞ്ഞേ. എന്നാ ആന്റി കൊടുത്തേ? ഇന്നലെ കൊടുത്തെന്ന് പറഞ്ഞു. ഓ അങ്ങനെ. അപ്പൊ ഇതിനു മുമ്പും ഉദയേട്ടന് പൈസ ആണ്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല മോനെ, ഇങ്ങനെ പോകുന്നെന്ന് പറഞ്ഞു. ആനന്ദ് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ പണം പോയ വഴി എന്താന്ന് മനസ്സിലായി. ഈ സമയത്ത് ഭയങ്കര ഒരു സങ്കടത്തോടുകൂടി ശ്രീകല പറഞ്ഞു, മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ചോദിച്ചു, എന്താ ആന്റി കാര്യം എന്താ? അതെ, ശ്രീദേവിയുടെ കാര്യത്തിൽ നീ എന്തോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് അറിഞ്ഞു കഴിയുമ്പോൾ ഒന്നല്ല എനിക്ക് ഭയങ്കര വിഷമമാണ്. അവളെ വീട്ടിൽ കൊണ്ടു വിടുവോ അങ്ങനെ എന്തോ. അത് പിന്നെ ആന്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് കടയിലേക്ക് പോവരുമെന്ന്. പക്ഷെ അവള് പോയിക്കൊണ്ടിരിക്കുക, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അത് പിന്നെ ഉദയേട്ടൻ അതിനെക്കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദയേട്ടൻ 3-4 വട്ടം അവളോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയി, നീ കടയിലേക്ക് വരണ്ടാന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അവളോട് സ്വസ്ഥതയോട് അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല. എല്ലാ ദിവസവും ഉദയേട്ടൻ പോയിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാ വരാറുള്ളേന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നെ മോനെ, ഇപ്പൊ ഈ സമയത്ത് നീ അവളെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആകെപ്പാടെ പ്രശ്നമാകത്തുള്ളൂ. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞേ? അല്ല, ദേവിയുടെ അനുജത്തി വിദ്യയുണ്ടല്ലോ, അവൾക്കൊരു കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ അത് നടക്കുവാണെങ്കിലേ ആകെപ്പാടെ പ്രശ്നമാവൂലേ? ദേവി വീട്ടിൽ വന്ന് നിൽക്കുക കല്യാണം കഴിഞ്ഞിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടുകാർ സമ്മതിക്കുവോ? ഈ ബന്ധം ഉഴപ്പ് പോയില്ലേ? അവളുടെ ജീവിതം തകർന്നു പോയില്ലേ മോനെ? അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ അവളെ പറഞ്ഞ് വീട്ടിൽ വിടില്ലെന്ന് പറഞ്ഞു. ആണെന്ന് പറഞ്ഞു. ആ അതൊക്കെ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു, എങ്കിൽ ശരി മോനെ, ഞാൻ പോയിക്കോട്ടെ. ഇനിയിപ്പൊ പേടിക്കണ്ട. ഉദയേട്ടൻ ആരണ്ടൊക്കെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു 2000 രൂപ ഉദയേട്ടൻ ആരണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, അതും കിട്ടിയായിരുന്നു പറഞ്ഞു. ഓ അപ്പൊ ഇതിനു മുമ്പ് പോയ പൈസയുടെ കണക്കൊക്കെ അങ്ങേരാണ് തട്ടിച്ചെടുത്തത്. 2000 പോയത് ആ വകുപ്പിലാണ്. അങ്ങനെ ശരിയായിക്കോട്ടെ ആന്റി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ആലോചിച്ചു, അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കള്ളനെ പിടികൂടണമല്ലോ. അതിവിദഗ്ധമായിട്ട് അയാൾ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആനന്ദിന് മനസ്സിലായി. പിന്നീട് ദേവി കടയിൽ സാധനങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് രാമേട്ട ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്ക് ശ്രീദേവി എന്നിട്ടിച്ചു, എന്താ രാമേട്ട ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ദേവി, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറുതെ പാവം പിടിച്ച ധർമ്മനെ കള്ളനാക്കിയില്ലേ ബാലന്. അവിടെ ഇത് എന്തിന്റെ കേടായിരുന്നു? ഒരിക്കലും ധർമ്മൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്നിട്ട് ഇപ്പൊ സംഭവിച്ചു കണ്ടില്ലേ? ധർമ്മൻ ആ വീട് വിട്ട് പോയില്ലേ? അത് കേട്ടപ്പോ ദേവി പറഞ്ഞു, രാമേട്ട ഞങ്ങൾക്കും അറിയാം മാമൻ ആ പൈസ എടുക്കില്ലാന്ന്. പക്ഷേ എങ്കില് എന്റെ കയ്യിലെ തെറ്റാ. ആ 25,000 രൂപയെ കുറിച്ചുള്ള കണക്ക് ഞാനാ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ബാലന്റെ വരവ്. ബാലൻ വന്നിട്ട് ചോദിച്ചു, എന്താ രാമേട്ട? നീ വന്നിട്ട് നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു പറഞ്ഞു. എന്ത്? ഞാനും ഇനി ഈ കടയിൽ നിൽക്കുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ ധർമ്മനെ കള്ളനാക്കിയില്ലേ? പാവം, അവൻ അങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തില്ല. എന്നിട്ട് എന്താടാ ബാല നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇത് കുറച്ച് കടന്നുപോയി കിട്ടോന്ന് പറഞ്ഞു. രാമേട്ട രാമേട്ടൻ എന്തായി പറയണേ? പിന്നെ നീ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ? അവനെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ? അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, രാമേട്ട എനിക്ക് രാമേട്ടനെ അവനെ എല്ലാവരും വിശ്വാസം അറിയാലോ. ഇനിയിപ്പൊ അവൻ ആ പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എടാ ഇപ്പോഴും നീ അങ്ങനെയാണോ വിശ്വസിക്കുന്നേ? എടാ അവൻ അങ്ങനെ ഒരിക്കലും പൈസ എടുക്കില്ല. അവൻ പൈസ എടുത്ത് നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെയൊന്നുമില്ല രാമേട്ട. പക്ഷെ ചില സംഭവങ്ങളൊന്നും വൈകുന്നേരം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ബാലൻ അങ്ങോട്ടേക്ക് വന്നപ്പോ ധർമ്മന് മറ്റേ പണപ്പെട്ടിക്കകത്തുനിന്ന് പൈസ എടുക്കുന്ന കണ്ടു. ചോദിച്ചു കഴിഞ്ഞപ്പോ ഓട്ടോക്കൂലിയാന്ന് കേട്ടു. ഒരു പതർച്ച ഉണ്ടായിരുന്നു മുഖത്ത്. എന്തിനാടാ പൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. എവിടെ പോവാന്ന് ചോദിച്ചപ്പോ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ബാലൻ പറയാണ്, രാമേട്ട അവന്റെ കയ്യില് 25,000 രൂപയുടെ വാച്ച് മേടിക്കാനുള്ള പൈസ എനിക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിച്ചേ. അതിപ്പോ അവന് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് അവനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ. പിന്നെ നിങ്ങളെയൊക്കെ എനിക്ക് വിശ്വാസം ആയതുകൊണ്ടല്ലേ ഈ ടേബിളിന് പുറത്ത് ഞാൻ വെറുതെ 50,000 രൂപ ഇട്ടിട്ട് പോയത്. അല്ലെങ്കിൽ ഞാനിത് അവിടെ ഇട്ടിട്ട് പോവോ? എടുത്ത് വെച്ചിട്ടല്ലേ പോവുള്ളൂ. നിങ്ങൾ എടുക്കില്ല, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഒരിക്കലും കള്ളത്തരം കാണിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, എന്നാലും ബാല രാമേട്ട എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അവനുണ്ടല്ലോ, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് ബാല സങ്കടപ്പെടുവാണ്. ഈ സമയത്ത് കോമതി തേമംഗലത്തിന് മുറ്റത്തിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പോഴേക്കും
കൃഷ്ണമംഗലത്തിന് മുറ്റത്തേക്ക് ഇന്ദിരാമ്മ ഇറങ്ങി വന്നു. ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പത്തേന് ഇന്ദിരാമ്മ ഗേറ്റിന് അങ്ങോട്ടേക്ക് വരുവാണ്. ഗോമതി അങ്ങോട്ട് ചെന്നു. ഗോമതി എന്ന് കഴിഞ്ഞപ്പത്തേന് ഇന്ദിരാമ്മ പറഞ്ഞു, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. നീ എത്ര ദിവസം ഇങ്ങനെ മാറിയും മറിഞ്ഞ് നടക്കും? എന്തിനാമ്മ ഞാൻ മാറി നടക്കുന്നേ? അല്ല, എന്റെ കണ്ണിപ്പെടാതെ, അമ്മയുടെ കണ്ണിപ്പെടാതെ മാറി നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതേ ഗോമതി, ഞാൻ ധർമ്മനെ പ്രസവിച്ചെന്നേ ഉള്ളൂ. പക്ഷെ വളർത്തിയത് മൊത്തം നീയാ. ശരിക്കും പറഞ്ഞ രണ്ടമ്മമാരുണ്ട് അവന്, അറിയാലോ. അത് പിന്നെ അമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എടി, എന്നിട്ടാണ് അവനെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞുണ്ടാക്കിയത്. അവന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? അവന്റെ മനസ്സ് വേദനിച്ച എന്റെ മനസ്സ് എനിക്ക് നോവും. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ പറഞ്ഞല്ലോ അവനെ വളർത്തിയത് ഞാനാന്ന്. ബാലേട്ടനോട് അവൻ എന്തൊക്കെയാ പറഞ്ഞേ? ബാലേട്ടൻ അവൻ ആരാണെന്നറിയാവോ? അവൻ എന്തൊക്കെ വാക്കുകളാ ആദ്യമായിട്ടാ ബാലേട്ടൻ ഒരാളുടെ മാപ്പ് പറയുന്നേ, അതും ധർമ്മനോട്. അവൻ ശരിക്കും ബാലേട്ടനെ തേച്ചൊട്ടിക്കുമല്ലേ ഇവിടെ നിന്ന് ചെയ്തേ? ബാലേട്ടനെ അകത്ത് പോയിട്ട് പൊട്ടിക്കരയുക ചെയ്തേ. അതിന് മാത്രം എന്ത് തെറ്റാ മനുഷ്യൻ ചെയ്തേ? മക്കളെ പോലെയല്ലേ കരുതിക്കൊണ്ടിരുന്ന ഇവരെല്ലാരെ. അപ്പോഴേക്കും ഇന്ദിരാൻ പറഞ്ഞു, ആകാശിനോടും ആരിനോടും ഒന്നും ബാലൻ ഇങ്ങനെ ചോദിച്ചില്ലോ അമ്മേ. ആകാശിനോടും ആരിനോടും ഒക്കെ ചോദിക്കും. പിന്നെ ധർമ്മനോടും ചോദിച്ചു. എന്തുകൊണ്ടാ? അവനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട്. അവൻ മൂത്ത മകനാന്നുള്ള ചിന്തയുള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചേ. മക്കളോട് അച്ഛനമ്മമാർ ഇങ്ങനെ ചോദിക്കില്ലേ? എടാ, നീ പേഴ്സിൽ നിന്ന് പൈസ എടുത്തോ, ആ പൈസ ഈ പൈസ എടുത്തോന്നൊക്കെ. ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാ ചോദിച്ചേ. പക്ഷെ അത് ധർമ്മൻ ഇങ്ങനെ ഇതാക്കി വ്യാഖ്യാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എത്രമാത്രം ആ മനസ്സ് വേദനിച്ചെന്നറിയാവോ? അല്ല, ഇനിയിപ്പൊ അമ്മ എന്നെ കുറ്റപ്പെടുത്തുമെന്നറിയാം, അതിനകത്തൊരു സംശയമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് അച്യുതൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചോണ്ട് അച്യുതൻ അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. അത് കേട്ടപ്പോൾ ഇന്ദിരാമ്മയും ഗോമതിയും കൂടെ ഞെട്ടിത്തെരിച്ച് ധർമ്മനെ നോക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.